Solution of LPP by dynamic program. Consider the question. Solve the following LPP. Solve the following LPP. LPP means linear programming problem by DP. DP means dynamic programming. Dynamic programming method. Question. Maximize Z equal to 3x1 plus 5x2 subject to x1 less than or equal to 4, x2 less than or equal to 6, 3x1 plus 2x2 less than or equal to 18, x1 x2 greater than 0. Solution. In this question we have three constraints. First one, x1 less than or equal to 4, x2 less than or equal to 6, second one, and 3x1 plus 2x2 less than or equal to 18, third equation. This question three constraints under, so we can take state equal to 3. Number of constraints. മൂന്ന് സ്റ്റേറ്റ് ആണുള്ളത്. മൂന്ന് സ്റ്റേറ്റ് മീൻസ് മൂന്ന് കൺസ്ട്രെയിൻസ് ആണുള്ളത്. ദെൻ സ്റ്റേജ് ഇവിടെ 2. നമ്പർ ഓഫ് വേരിയബിൾസ് ആണ് സ്റ്റേജ്. ഇപ്പം ഇവിടെ സ്റ്റേജ് 2 ആണ്, കാരണം x1 s2 മാത്രമേ ഉള്ളൂ. സോ സ്റ്റേജ് 2. ദെൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് z, മാക്സിമം z, ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ദെൻ റിസോഴ്സസ് ഇവിടെ റിസോഴ്സസ് മൂന്നെണ്ണം ഉണ്ട്. റിസോഴ്സസ് എന്ന് പറയുന്നത് RHS ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. ഇപ്പം റിസോഴ്സസ് ഡിനോട്ട് ചെയ്യുന്നത് B1 ഈക്വൽ ടു 4. അതായത് ഫസ്റ്റ് ഇത് B2 ഈക്വൽ ടു 6, B3 ഈക്വൽ ടു 18. 3 റിസോഴ്സസ് ഉണ്ട്. അപ്പം ആദ്യം തന്നെ എത്ര സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. അപ്പം 3 കൺസ്ട്രെയിൻസ് ആണ് ഇവിടെ ഉള്ളത്. സ്റ്റേജ് 2 എണ്ണമാണ്. നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. ദെൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുക. റിസോഴ്സസ് B1 B2 B3 ഉണ്ട്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ RHS ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ചെയ്യാം. സ്റ്റേജ് 1 സ്റ്റേജ് 2 ഉള്ളൂ. സ്റ്റേജ് 1 ചെയ്യേണ്ടത് F1 B1 B2 B3 ഈക്വൽ ടു മാക്സിമൈസ് 3x1 0 ലെസ് ദാൻ x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. അപ്പം B കണ്ടുപിടിക്കാം. ടു കാൽക്കുലേറ്റ് B കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. B ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് B1 ബൈ CX1, B2 by CX1, B3 by CX1. That is equal to minimum of B1, B2, B3 എന്താണെന്ന് നമുക്കറിയാം. B1 4 ആണ്. സോ 4 by CX1. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിലെ കോഎഫിഷ്യൻ്റ് ആണ് വേണ്ടത്, x1ന്റെ കോഎഫിഷ്യൻ്റ്. അപ്പോൾ ഇവിടെ x1ന്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. സോ 1. B2 ഇവിടെ 6 ആണ്. 6 by CX1. അപ്പം സെക്കൻഡ് ഇക്വേഷനിലെ x1ന്റെ കോഎഫിഷ്യൻ്റ് 0 ആണ്. B3 by CX3. B3 18 ആണ്. സോ 18 by CX1. അപ്പോൾ CX1 എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആണ്. 3. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നോക്കണം, ഇത് സെക്കൻഡ് നോക്കണം, ഇത് തേർഡ് ഇക്വേഷനിലെ കോഎഫിഷ്യന്റ് x1ന്റെ കോഎഫിഷ്യന്റ്, സെക്കൻഡ് ഇക്വേഷന്റെ തേർഡ് ഇക്വേഷന്റെ x1ന്റെ കോഎഫിഷ്യന്റ്. അപ്പം മിനിമം ഓഫ്
4/1 4 ആണ്. 6/0 ഇൻഫിനിറ്റി ആണ്. 18/3 6. സോ ആൻസർ മിനിമം എടുക്കുമ്പോൾ 4. ബി ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് F1, B1, B2, B3 maximum 3x1 0 ലെസ് ദാൻ x1 ലെസ് ദാൻ ബി. ബിയുടെ സ്ഥാനത്ത് 4 എന്നാണ് കിട്ടിയത്. അപ്പം 0 മുതൽ 4 വരെ ആയിരിക്കും x1ന്റെ വാല്യൂ. ഇനി x1 എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇക്വേഷൻ നമ്പർ 1 നിന്ന് വി ക്യാൻ റൈറ്റ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. ദെൻ ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എഴുതാം. ഇക്വേഷൻ നമ്പർ 2 x1 ഇല്ല. സോ x1 ഈക്വൽ ടു 0. ദെൻ ഇക്വേഷൻ നമ്പർ 3 നിന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 3 നിന്ന് എഴുതാം x1 ഈക്വൽ ടു x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18 മൈനസ് 2x2/3. 18 മൈനസ് 2x2/3. സോ വി ക്യാൻ റൈറ്റ് x1 ഈക്വൽ ടു മിനിമം ഓഫ് ഫസ്റ്റ് 1 4 0 നമ്മൾ ഇഗ്നോർ ചെയ്യുവാണ്, എഴുതുന്നില്ല. 18 മൈനസ് 2x2/3. 18 മൈനസ് 2x2/3. ഇപ്പോൾ സ്റ്റേജ് 1 കംപ്ലീറ്റ് ചെയ്തു. ദെൻ സ്റ്റേജ് 2 ചെയ്യാം. സ്റ്റേജ് 2 F2, B1, B2, B3 മാക്സിമം 3x1 പ്ലസ് 5x2 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് 5x2 പ്ലസ് 3. x1 എന്താന്ന് നമുക്ക് നേരത്തെ സ്റ്റെപ്പിൽ നിന്ന് കിട്ടും. ദാറ്റ് ഈസ് മിനിമം ഓഫ് 4 18 മൈനസ് 2x2/3. So to calculate B4 x2 ഇനി b കണ്ടുപിടിക്കണം. അപ്പൊ ബിയുടെ ഫോർമുല ഇതാണ്. മിനിമം ഓഫ് B1/CX2, B2/CX2, B3/CX2. ഇത് ഫസ്റ്റ് ഇക്വേഷന്റെ നോക്കണം, ഇത് സെക്കൻഡ് ഇക്വേഷന്റെ, ഇത് തേർഡ് ഇക്വേഷന്റെ. ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് ഫസ്റ്റ് ഇക്വേഷനിലെ x2ന്റെ കോഎഫിഷ്യന്റ് ഇല്ല, അപ്പൊ 0 ആണ്. അപ്പം B1 4 ആണ്, 4/0. B2 6 ആണ്, 6/x2ന്റെ 1, 6/1. B3 എന്ന് പറയുന്നത് 18 ആണ്. തേർഡ് ഇക്വേഷനിലെ x2ന്റെ കോഎഫിഷ്യന്റ് 2, അപ്പം 18/2. സോ മിനിമം ഇപ്പം 4/0 ഇൻഫിനിറ്റി ആണ്, 6/6 8/2 9. മിനിമം ഓഫ് ഇൻഫിനിറ്റി 6 9 6 എന്ന് കിട്ടും. മിനിമം വാല്യൂ 6 ആണ്. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് കിട്ടി. അപ്പം x1ന്റെ വാല്യൂ നമുക്കറിയാം. മിനിമം ഓഫ് 4 18 മൈനസ് 2x2/3 എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ x2ന്റെ വാല്യൂ, x2നെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം x2ന് 0 ആകാം, x2ന് 0 ആകാം, 6 ആകാം. x2ന് 0 ആണെങ്കിൽ മിനിമം ഓഫ് 4 18 മൈനസ് s2 0 ആകുമ്പം 18/3 എന്നുള്ളത് 6 ആകും. ഇവിടെ മിനിമം ഓഫ് 4 x2 6 ആണ്. അപ്പം 18 മൈനസ് 2 ഇൻറ്റു 6 12. 18 മൈനസ് 12/3, അപ്പം 6/3 2 കിട്ടും. മിനിമം ഓഫ് 4 6, മിനിമം ഓഫ് 4 2. അപ്പം ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യും. മിനിമം വാല്യൂ എന്ന് പറയുന്നത് 4 2 ആണ്. x1 ഈക്വൽ ടു സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇതാണ്. മിനിമം ഓഫ് 4 2 x2 ഈക്വൽ ടു 6. സോ വി ക്യാൻ റൈറ്റ്
x1 ഈക്വൽ ടു മിനിമം ഓഫ് 4 2 ആണ്. മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ദെൻ x2 അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന മിനിമം വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നത് 6ലാണ്. സോ 6. സോ z ഈക്വൽ ടു 3x1 പ്ലസ് 5x2 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into 2 പ്ലസ് 5 into 6. ദാറ്റ് ഈസ് 3 into 6 പ്ലസ് 30. സോ 36 ആണ് വാല്യൂ. x1 2ഉം x2 6ഉം.